ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. 2 തലമുറകൾക്കപ്പുറം ഇന്നത്തെ പോലെ ഇലക്ട്രിക് ലൈറ്റുകൾ ഉണ്ടായിരുന്നില്ല. ഒരു പ്രത്യേകതരം ഗ്യാസ് ലൈറ്റാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. സന്ധ്യയാകുമ്പോൾ വഴിവിളക്ക് കത്തിക്കുന്ന ജോലിക്കാരൻ ഒരു നീണ്ട കോലുമായി വരുന്നത് കാണാം. അയാൾ കോലുകൊണ്ട് വിളക്കിൻ്റെ കിളിവാതിൽ തുറക്കും. പിന്നീട് ഗ്യാസ് തുറന്നുവിട്ട് കത്തിക്കും. പട്ടണവീഥിയുടെ ഒരറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ വഴിവക്കിൽ വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇരുട്ട് കൈയടക്കിയ തെരുവീഥിയെ പ്രകാശപൂരിതമാക്കുന്ന മഹത്തായ ജോലിയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്. കത്തിച്ച വിളക്കിലെ പ്രകാശവുമായി അയാൾ നടന്നു പോകുന്ന വഴി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു വിളക്കിൻ്റെ ചുവട്ടിൽ നിന്ന് മറ്റൊന്നിൻ്റെ ചുവട്ടിലേക്ക് പോകുന്ന ആ മനുഷ്യൻ ഇരുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ അയാളെ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ അദ്ദേഹം കൊളുത്തിയ ആ വിളക്കിൻ്റെ പ്രകാശം പുറകിൽ അവശേഷിക്കുന്നു. നമ്മുടെ വ്യക്തിത്വമല്ല മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ പുറകിൽ അവശേഷിക്കുന്ന പ്രകാശധാരയാണ്. തങ്ങളെ തന്നെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നവർക്ക് മറ്റുള്ളവരെ വെളിച്ചത്തിൻ്റെ മാർഗത്തിൽ നയിക്കുവാൻ കഴിയില്ല. എന്നിലെ ഞാനെന്ന ഭാവം കുറയുകയും എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വളരുകയും ചെയ്താൽ മാത്രമേ ആ പ്രകാശം മറ്റുള്ളവർക്കായി പിന്നിൽ അവശേഷിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഹൃദയം തകർന്നവർക്ക് ആശ്വാസത്തിൻ്റെയും ഏകാന്തതാ ബോധം കൊണ്ട് മനസ്സടിഞ്ഞവർക്ക് സൗഹൃദം പകർന്നുകൊടുക്കുന്ന കൂട്ടായ്മയുടെയും ഉത്കണ്ഠാഭരിതർക്ക് സമാധാനത്തിൻ്റെയും മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടവർക്ക് സ്നേഹത്തിൻ്റെയും പ്രകാശം ചൊരിഞ്ഞു കൊടുക്കേണ്ടവരാണ് നാം. ഈ സനാതന ധർമ്മത്തിന് സാക്ഷിയാണ് സ്നേഹത്തിൻ്റെ അവതാരമായ ക്രിസ്തു. ഗുരുവെന്ന് വിളിക്കുന്നത് കേൾക്കാൻ യേശു ഇഷ്ടപ്പെട്ടിരുന്നില്ല. തൻ്റെ വ്യക്തിത്വം സ്ഥാപിക്കാനല്ല, ലോകത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരാനാണ് അവിടുന്ന് ആഗ്രഹിച്ചത്. ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിളക്ക് കൊളുത്താൻ നമുക്ക് കഴിയണം. നമ്മിലുള്ള വെളിച്ചത്തിൻ്റെ കാൽപ്പാടുകൾ മാത്രമേ ലോകത്തിൽ അവശേഷിക്കുന്നുള്ളൂ എന്നു നാം തിരിച്ചറിയണം. അപ്പോസ്തല പ്രവൃത്തി 13:47. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമായി വെച്ചിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.